ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഗ്രില്ലൊക്കെ പൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ദാണ്ട് ഒരു കക്ഷി ഇരിക്കണം കേട്ടോ. ഏതോ ഒരു അനാഥനാണെന്ന് തോന്നുന്നു. ആരോ അവനെ മഴയത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്ന് തോന്നുന്നു. എന്തോ കാരണത്താലാന്ന് തോന്നുന്നു അങ്ങനെ. കാരണം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂച്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നും വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ വാതിക്കലോ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മാതിരി. എന്തായാലും അവൻ ചെറിയൊരു മഴയൊക്കെ നനഞ്ഞ പോലെ ഉണ്ട് കേട്ടോ, ദേഹമൊന്നും നനഞ്ഞ പോലെ. കാരണം പൂച്ചകൾ പുറത്തോടെ മഴയൊക്കെ നനഞ്ഞ് നടക്കുന്ന. പക്ഷേ എന്നാലും ഇങ്ങനെ നമ്മുടെ പരിചയമൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, ഇങ്ങനെയൊന്നും വന്നിരിക്കണമെന്ന് കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ ആദ്യമായിട്ടാണ്. ഞാനൊന്ന് തൊട്ടുകയൊക്കെ ചെയ്തു, ഒന്ന് മിണ്ടുകയൊക്കെ ചെയ്തു, പക്ഷേ അവൻ കടിക്കാനുള്ള മനസ്സൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ദേണ്ട വാതൊക്കെ അതുപോലെ തന്നെ വന്ന് കുത്തിയിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണം, ആരോ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം പൂച്ചകൾ ശരിക്കും സങ്കടപ്പെട്ട വേറൊരു വീടിൻ്റെ വാതൊക്കെ വന്നിരിക്കത്തുള്ളൂ. ഏതോ ആ വീട്ടിലും കുറേ ആൾക്കാരൊക്കെ അതിനെ പുന്നാരിച്ച് ഓമനിച്ച് വെച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നണു. അല്ലെങ്കിൽ പിന്നെ നമ്മളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് പെട്ടെന്ന് കാണിക്കില്ല പൂച്ചകൾ. പൂച്ചയാണേലും പട്ടിയാണേലും പെട്ടെന്ന് ഒരു മുരങ്ങിയിട്ട് അവർ വേറെ രീതിയിൽ ഒക്കെ അവരുടെ സ്വഭാവത്തിന് എന്തോ മാറ്റമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഭയങ്കര സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന മാതിരിയാണ് കേട്ടോ. നമ്മുടെ ഈ പരിസരത്ത് തന്നെയുള്ള ഒരു വീട്ടിലെയാണ്, നമുക്കറിയാം. അതിന് നമ്മളത് പറയാത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്തോ കാരണത്താണെന്ന് തോന്നുന്നു അവർക്ക് എന്തോ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പൂച്ചേനെ അടുപ്പിക്കാത്തത്. പേഴ്സണൽ കാരണങ്ങളായിരിക്കാം, എന്തോ ആണോ അല്ലാണ്ടില്ല. പിന്നെ നമുക്കങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാ അനാഥരും വന്ന് വരണ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം വെച്ചാൽ അനാഥ പട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തെരുവിലായിട്ടാണെങ്കിൽ. നമ്മളവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ ഒരു അധികപ്പറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്ക് അവൻ കയറുന്നില്ല കേട്ടോ. വാതൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അത് ചെമ്മീനും ചോറൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. അതൊക്കെ അവൻ കഴിച്ചു. പിന്നെ സ്നാക്സ് തിന്നുമെന്നൊക്കെ നോക്കി കേട്ടോ. ഞാൻ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ചിപ്സൊക്കെ ആയിട്ട് അവൻ കഴിച്ചു കേട്ടോ. അവൻ വന്നു കഴിഞ്ഞ് കുറഞ്ഞ് കഴിയുമ്പോൾ ചാറ്റൽ മഴയൊക്കെ അവിടുത്തെ മഴയത്തൊന്നും പോയില്ല കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കുക വേണം. എന്തോ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഓടിച്ചത് തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കതിൻ്റെ അവരുടെ പേരും ഇതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അവരുടെ പേഴ്സണൽ മാത്രം കൊണ്ടായിരിക്കും. എന്തെങ്കിലും സുഖമില്ലായി ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ പട്ടീനെയും പൂച്ചേനെയൊക്കെ ആൾക്കാർ വീടിൻ്റെ പരിസരത്തു നിന്നും വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഓമനകളായി ശരിക്കും പറഞ്ഞത് ഓടിച്ചു വിടുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു അഭയം എന്ന് പറയാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട്. സോറി കേട്ടോ. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. എന്തായാലും നല്ല തടിയും പൂച്ചയാണ്. വാലൊക്കെ നല്ല ഏതോ ഒരു ക്രോസ് സെക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. വാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാൻ. ഒരു വൃത്തികെട്ട സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തായാലും എന്തായാലും അവനെ ഒന്ന് വിരകി എടുത്തു. എനിക്ക് പൂച്ചപ്പരാന്നാണോ ശരിക്കും. പൂച്ചേനെ ഒന്നും ഭയങ്കര ഇഷ്ടമാണ്. പട്ടിയേക്കാളും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. അപ്പോൾ ഇവൻ ഇവിടെ തന്നെയാണ് കേട്ടോ ക്യൂ. എന്തോ ഒരു കാവൽ പോലെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്ര